പാരത്തായി കേസിൽ നിർണായക നിരീക്ഷണവുമായി ഹൈക്കോടതി. വിചാരണ കോടതിയുടെ ശിക്ഷാവിധി പ്രഥമ ദൃഷ്ട്യാ തെറ്റാണെന്ന് വിമർശനം. പത്മരാജൻ മാഷിന്റെ വാദങ്ങൾ ഗൗരവമേറിയതെന്നും തള്ളിക്കളയാനാകില്ലെന്നും ഹൈക്കോടതി. പെൺകുട്ടിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമെന്നും ഹൈക്കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. പത്മരാജൻ മാഷിന്റെ ശിക്ഷാവിധി മരവിപ്പിച്ച് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബുവും ജിജീഷ് കരുണാകരനും ചേരുകയാണ്. ആദ്യം രേഷ്മയിലേക്ക്. രേഷ്മ, ഒടുവിൽ പത്മരാജൻ മാസ്റ്റർക്ക് നീതി ലഭിച്ചിരിക്കുകയാണ്. കള്ളക്കഥകൾ പൊളിഞ്ഞിരിക്കുകയാണ്. ഹൈക്കോടതി ആ തരത്തിൽ തന്നെയാണ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സുരേഷ്, പത്മരാജൻ മാഷിന്റെ ശിക്ഷാവിധി മരവിപ്പിച്ചുകൊണ്ട് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണങ്ങൾ. അതായത് മാഷിന് എതിരായിട്ടുള്ള വിചാരണ കോടതിയുടെ ശിക്ഷാവിധി അത് പ്രഥമ ദൃഷ്ട്യാ തെറ്റാണെന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ഇരയായ പെൺകുട്ടി നൽകിയ മൊഴികൾ അത് പരസ്പര വിരുദ്ധമാണ്. വ്യാപകമായിട്ടുള്ള പൊരുത്തക്കേടുകളുണ്ട്. അതുകൂടാതെ തന്നെ കുറ്റകൃത്യം നടന്നുവെന്ന് സംശയിക്കപ്പെടുന്ന അല്ലെങ്കിൽ കുറ്റകൃത്യം നടന്നുവെന്ന് പറയപ്പെടുന്ന സ്ഥലം അത് സംബന്ധിച്ച് ഇപ്പോഴും സംശയം നിഴലിക്കുന്നുണ്ടെന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. മാത്രമല്ല, പത്മരാജൻ മാഷ് ഉന്നയിച്ച വാദങ്ങൾ അതീവ ഗൗരവമേറിയതാണ്. അവയൊന്നും തന്നെ തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന് വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ശിക്ഷാവിധി മരവിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. നേരത്തെ മാഷ് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട വാദങ്ങളിൽ ഒന്ന്, അതായത് ഈ പറയുന്ന കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് ഈ മാഷ് ആ പറയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിലും ഹൈക്കോടതി അതീവ ഗൗരവത്തോടെ ആ വാദത്തെ കാണുകയും അതിൽ ചില കാര്യങ്ങളിൽ വസ്തുതയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലവിൽ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. മാത്രമല്ല, 2 സംഘങ്ങളാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയത്. ഒന്ന് ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും. ഈ 2 അന്വേഷണ സംഘങ്ങളുടെ നിഗമനങ്ങൾ വ്യത്യസ്തമാണെന്ന് കൂടി ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഈ അപ്പീൽ നൽകിയിട്ടുള്ള ഹർജിക്കാരനെ വീണ്ടും കേൾക്കേണ്ടതുണ്ട്. വിശദമായിട്ട് തന്നെ ആ വാദങ്ങൾ കേൾക്കേണ്ടതുണ്ട് എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് ഈ ശിക്ഷാവിധി മരവിപ്പിച്ചുകൊണ്ട് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. നേരത്തെ ഈ വിചാരണ കോടതി ശിക്ഷാവിധി പുറപ്പെടുവിച്ചതിന് ശേഷം അത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാഷ് അപ്പീൽ നൽകുകയായിരുന്നു. അപ്പീലിലെ ഇടക്കാല ആവശ്യമാണ് ശിക്ഷാവിധി മരവിപ്പിച്ച് ജാമ്യം നൽകണമെന്നുള്ളത്. അതിൽ തന്നെ മാഷ് ഉന്നയിച്ച മറ്റൊരു കാര്യമുണ്ട്. അതായത് ഈ പറയുന്ന കുറ്റകൃത്യം നടന്നുവെന്ന് പറയുന്ന സ്ഥലം ആ സ്ഥലം എന്ന് പറയുന്നത് ശുചിമുറിയാണ്. ആ ശുചിമുറിയിലേക്ക് എപ്പോഴും വിദ്യാർത്ഥികൾ കടന്നു വരാറുണ്ട്. അവിടെ വെച്ച് ഒന്നിലധികം തവണ പീഡിപ്പിക്കപ്പെട്ടു എന്ന് എങ്ങനെ സാധൂകരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന് സുരേഷ്, ഈ 2 സംഘങ്ങൾ അന്വേഷിച്ച കേസിൽ ആദ്യത്തെ 2 സംഘങ്ങളും ഈ വിഷയത്തിൽ അതല്ലെങ്കിൽ ഈ കേസിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവുകളൊന്നും തന്നെ ഇല്ല. പോക്സോ ചുമത്താൻ തക്ക രീതിയിലുള്ള തെളിവുകൾ ഇല്ല എന്നുള്ളതായിരുന്നു വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ പത്മരാജൻ മാഷിന് ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. പിന്നീട് ഈ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് റദ്ദാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു സംഘത്തെ അന്വേഷണം ഏൽപ്പിച്ചതിന് പിന്നിൽ ചില ഗൂഢമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു, ചില സ്വാധീന ശക്തികൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് CPM-ന്റെ തന്നെ അനുഭവമുള്ള പിന്നീട് CPM-ന്റെ കൗൺസിലറായി മാറിയ രത്നകുമാറിലേക്ക് ഈ അന്വേഷണം എത്തുകയും രത്നകുമാർ ചില തെളിവുകൾ കള്ളത്തെളിവുകൾ കെട്ടിച്ചമച്ചുകൊണ്ട് ഈ കേസിൽ പത്മരാജൻ മാഷിനെ കുടുക്കുകയുമായിരുന്നു. എന്തായാലും ഈ വൈദ്യപരിശോധനയിൽ നടത്തിയ അല്ലെങ്കിൽ വൈദ്യപരിശോധനയിൽ ലഭ്യമായിട്ടുള്ള ശാസ്ത്രീയ തെളിവുകളിലും ചില സംശയങ്ങൾ നിഴലിക്കുന്നുണ്ടെന്ന് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തന്നെ അപ്പീൽ വിശദമായിട്ട് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതി പരിഗണിക്കുക തന്നെ ചെയ്യും, പരിശോധിക്കുക തന്നെ ചെയ്യും. എന്തായാലും പത്മരാജൻ മാഷ് നേരത്തെ ഉന്നയിച്ച വാദഗതികൾ അത് ശക്തമായിട്ട് ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. നേരത്തെ ഉന്നയിക്കപ്പെട്ട വാദങ്ങൾക്കൊക്കെ തന്നെ ശക്തി പകർന്ന നിരീക്ഷണവും കണ്ടെത്തലുമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPയുടെയും ഗൂഢ സംഘമാണ് പത്മരാജൻ മാഷിനെ കെണിയിൽ കൊടുക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഈ പോക്സോ കേസിന് പിന്നിൽ പ്രവർത്തിച്ചത്. CAക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രചാരണം മാഷ് നടത്തിയതിന്റെ വൈരാഗ്യ ബുദ്ധിയോടെയാണ് ഈ ഒരു പെൺകുട്ടിയെ കൊണ്ട് ഇത്തരം ഒരു മൊഴികൾ പറയിപ്പിച്ചത്. ആ മൊഴികളിൽ തന്നെ കൂട്ടിച്ചേർക്കലുകളും മാറ്റങ്ങളും സംഭവിച്ചു എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും ഉന്നത ഭരണഘടനാ കോടതിയാണ് ഹൈക്കോടതി. ആ ഹൈക്കോടതിയുടെ കണ്ടെത്തൽ ഏറെ സുപ്രധാനവും ഗൗരവമുള്ളതുമാണ്. സുരേഷ്, സുപ്രധാനമായ നിരീക്ഷണം തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തിനുമുണ്ടായത്. രേഷ്മയാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.